Good morning. Good Good morning, morning, ma'am. ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Morning. Morning. Okay. എന്താണ് പിള്ളേര് കുറവാണല്ലോ? മൺഡേ ആയതുകൊണ്ടാണോ പിള്ളേര് കുറവ്? 2 ദിവസം ക്ലാസ്സില്ലാത്തതിന്റെ ക്ഷീണാണോ? അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത് കുറവായിരുന്നു. സാറിനോട് ഞാൻ ചോദിച്ചു, അപ്പൊ പറഞ്ഞു എന്തോ 17 പിള്ളേരെ കണ്ടിട്ടുള്ളൂ. അയ്യോ ഭയങ്കര കുറവാണല്ലോ പറഞ്ഞു. 30 പിള്ളേരായിട്ടുണ്ട്. ഓക്കെ, മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ് വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലെ? ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കാം. ഷോർട്ടേജ് ഓഫ് പ്രോപ്പർ ആൻഡ് സഫിഷ്യന്റ് മെയിൻ്റെനൻസ് ഇൻ എ ഹോസ്പിറ്റൽ വിച്ച് ഫൈനലി ലീഡ് ടു. എന്താണ് അവിടെ പറയുന്നത്? ഈ നമ്മുടെ ഓരോ മെഷീൻസും അല്ലെ, ഓരോ മെഷീൻസ് ആയാലും എക്യുപ്മെന്റ്സ് ആയാലും പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കാം എന്നുള്ളതാണ് 4 പോയിന്റ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് വായിച്ച് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? വായിച്ചായിരുന്നോ 4 പോയിന്റും? അയച്ചായിരുന്നു. പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ആ 4 പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യന്റ് ആൻഡ് ഹൈജീൻ. എന്താണ് ഈ പ്രോപ്പർ ആയിട്ട് റിപ്പയേഴ്സോ അറ്റകുറ്റപ്പണികളോ ഒന്നും ചെയ്തില്ല എങ്കിൽ എന്താണ് റിസ്ക് കൂടും അല്ലെ? സേഫ്റ്റി അല്ലെ, സുരക്ഷിതത്വം കുറയാൻ സാധ്യതയുണ്ട് അല്ലെ? ഓരോ മെഷീൻസ്, ഇപ്പൊ സ്കാനിങ് മെഷീൻസ് ഒക്കെ ആയാലും എന്താണ്, അല്ലെങ്കിൽ എന്ത് മെഷീൻസ് ആയിക്കോട്ടെ, അവിടെ നല്ല രീതിയിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള മെയിൻ്റെനൻസ് വർക്കോ റിപ്പയേഴ്സോ അറ്റകുറ്റപ്പണികളോ ഒന്നും ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്താണ് റിസ്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ? എന്താണ് അവിടെ വരുന്ന പേഷ്യൻസിനായാലും അത് വളരെ ഏറെ അവരുടെ ഹെൽത്തിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓണിംഗ് to failure, breakdown and closure of area of equipment for repairs. എന്താണ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ? ഇവിടെ പറയുന്നത് എന്താണ്, നമ്മൾ ഒരു സാധനം എത്രയും പെട്ടെന്ന് നമ്മൾ എന്താണ് എത്രയും പെട്ടെന്ന് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ല എങ്കിൽ അതിന്റെ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്നതൊക്കെ നമുക്ക് എന്താണ് കുറയ്ക്കാനായിട്ട് അല്ലെ? എത്രയും നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ അല്ലെ, കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഇപ്പോ എന്താണ് ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു എക്യുപ്മെന്റ് അല്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ടോ അതിനെ കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ സർവീസ് ജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ, ഇൻകം എന്ന് പറയുന്നത് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ഒന്ന് ഓർത്തു നോക്കിയേ, നല്ല രീതിയിലല്ല അതിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടല്ല പ്രവർത്തിക്കുന്നത് എങ്കിൽ അത് നമ്മള് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കില്ല അല്ലെ? നമ്മള് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ അല്ലെങ്കിൽ ഇൻകം എന്ന് പറയുന്നത് കുറയാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലെ? ഓക്കെ, പിന്നെ എന്താണ് ലോസ് ഓഫ് ഗുഡ് വിൽ ഓണിംഗ് ടു ഇൻ എഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ റിപ്പയേഴ്സോ ഒന്നും ചെയ്യാത്ത എക്യുപ്മെന്റ്സിലൂടെയാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതെങ്കിൽ എന്താണ് അവിടെ വരുന്ന ജനങ്ങൾക്ക് അത് ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ അവർ പറയും, മറ്റു ജനങ്ങളോട് പറയും അല്ലെ, അവിടെ പോണ്ടിട്ടോ കാര്യമില്ല, കാരണം റിപ്പോർട്ടോ കാര്യങ്ങളോ ഒക്കെ തെറ്റായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന മെഷീൻ അല്ല. പല ഹോസ്പിറ്റലിലും പല കാര്യങ്ങളും നമ്മൾ ന്യൂസുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലേ ഇല്ലേ? അവിടെ ഇപ്പൊ ECG എടുത്തപ്പോ അവിടെ കറക്റ്റ് ആയിട്ടല്ല കിട്ടിയത്. അതുപോലെ തന്നെ എന്താണ് വേറൊരു നമ്മുടെ ലാബിൽ പോയപ്പോ ഇന്ന് റിപ്പോർട്ട് ആയിരുന്നു, കണ്ടോ ഇതിന്റെ വ്യത്യാസങ്ങൾ കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല ന്യൂസുകളും കേൾക്കാറുണ്ട്, പലരും നമ്മളോട് വന്ന് പറയാറുണ്ട്. അതാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പറഞ്ഞ് നമ്മൾ ഓരോരുത്തരും ജനങ്ങളിലേക്ക് ആ ന്യൂസ് എത്തിക്കുമ്പോൾ
നമ്മുടെ ഗുഡ് വില്ല്, ഉയർന്നു നിൽക്കുന്ന ഗുഡ് വില്ല് എന്താവും, താഴാൻ ചാൻസ് ഉണ്ട് ഇല്ലേ? ഹോസ്പിറ്റലിലെ ഗുഡ് വില്ല് എന്ന് പറയുന്നത് പോവാനായിട്ട് അല്ലെങ്കിൽ താഴാനായിട്ട് അല്ലെ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, നെറ്റ് റിഡക്ഷൻ ഇൻ ഇഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർലി ആൻഡ് എക്യുപ്മെന്റ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് നമ്മൾ ഒരു ഉപകരണത്തിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ആയുസ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു 5 വർഷമായിരിക്കാം, അല്ലെങ്കിൽ അത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെഷീൻ വാങ്ങിച്ചു, 5 വർഷം നല്ല രീതിയിൽ പ്രവർത്തിച്ചു, പിന്നീട് അതിന് മെയിൻ്റെനൻസും വർക്കും കാര്യങ്ങളൊക്കെ വന്നു, അത് നമ്മൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് റിപ്പയറും കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ മെഷീന്റെ ആയുസ് കുറഞ്ഞു പോകുന്നു അല്ലേ? ഇപ്പൊ നമ്മൾക്ക് ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആയുസ് കുറയും അല്ലെ? പ്രോപ്പർ ആയിട്ട് അതിന് ചികിത്സ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ആവും അല്ലെ നമ്മുടെ കണ്ടീഷൻ. അതുപോലെ തന്നെയാണ് മെഷീൻസും എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്സിനായാലും റിപ്പയേഴ്സോ മെയിൻ്റെനൻസ് വർക്കുകളോ വന്നിട്ടുണ്ടെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യണം, ചെയ്ത് തീർത്തു കൊള്ളണം. അല്ലെങ്കിൽ എന്താണ്, ആ മെഷീന്റെ ആയുസ് ഇങ്ങനെ താഴ്ന്നാണ്, അല്ലെങ്കിൽ എന്താണ് നെറ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, ആയുസ് കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അതാണ് അവിടെ പറഞ്ഞത് 4 പോയിന്റ്സ്. പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കിയ 4 പോയിന്റും. ഓക്കെ, ക്ലിയർ അല്ലേ 4 പോയിന്റും? ഇനി നെക്സ്റ്റ് ആണ് എന്ത്, മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽസ്. ഓക്കെ, പോയിന്റ് നോക്കിയേ, മസ്റ്റ് ബി ഡൺ ബൈ പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്കീപ്പിംഗ് ആൻഡ് റിപ്പയേഴ്സ്. ഓക്കെ, കറക്റ്റ് ആയിട്ട് മെയിൻ്റെനൻസ് വർക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പയേഴ്സ് വർക്കുകളൊക്കെ ചെയ്തു തീർക്കണം. പീരിയോഡിക് ക്ലീനിങ് ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. ഇനി മെയിൻ്റെനൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിപ്പയേഴ്സ് കാര്യങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, പീരിയോഡിക്കലി നമ്മൾ അതിനെ ക്ലീൻ ചെയ്ത് കൊടുക്കാം, ചെക്കിങ് ചെയ്യാം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കാം. അപ്പൊ പീരിയോഡിക്കലി അത് നമ്മൾ ക്ലീൻ ചെയ്യണം, അതുപോലെ തന്നെ ചെക്കും ചെയ്യണം മെയിൻ്റെനൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താണ്, റെക്കോർഡ് കീപ്പ് ചെയ്യാം. പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. അതുപോലെ തന്നെ ഈ പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സംഭരിച്ച് വെക്കുക അല്ലെ? ഓക്കെ, മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്പെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്, അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു, എന്തെങ്കിലും ഇപ്പൊ ഫാൻ, നമ്മളെ വീട്ടിലൊക്കെ ഫാനൊക്കെ എന്താണ്, ഇപ്പൊ കപ്പാസിറ്റർ ഫാനിന്റെ ഇതൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിനെ കറങ്ങുന്നത്, അതിന്റെ സ്പീഡൊക്കെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കപ്പാസിറ്റർ ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ എന്ത് ചെയ്യും, റിപ്പയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കൊടുക്കും അല്ലെ? ഇല്ലേ? മാറ്റി വെച്ചിട്ട് നമ്മൾ സ്പീഡ് കൂട്ടും അല്ലെ? അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കും. നമ്മുടേതായിട്ടുള്ള പൊടിക്കൈകൾ കറക്റ്റ് ആയിട്ട് ഓടോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഓരോ മെഷീൻസിനായാലും എക്യുപ്മെന്റ്സിനായാലും സ്പെയർസുകൾ സംഭരിച്ച് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ എന്തെങ്കിലും റിപ്പയേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളിലൂടെ സ്പെയർസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്താ, ചിലപ്പോ വേറെ നമുക്ക് ഇപ്പോ നമ്മുടേതായിട്ടുള്ള രീതിയിൽ നടക്കുന്നില്ല എങ്കിൽ നമ്മള് വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ അതിന് റിപ്പയേഴ്സോ കാര്യങ്ങളോ ചെയ്യുന്നിടത്ത് കൊണ്ടുപോയിട്ട് അത് ചിലപ്പോ മാറ്റാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ? അല്ലെങ്കിൽ അത് ചെയ്ത് അത് പുതിയതായിട്ട് വാങ്ങിക്കാനായിട്ടോ, അല്ലെങ്കിൽ റിപ്പയേഴ്സോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റുന്നില്ല, പിന്നെ പുതിയത് വാങ്ങിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ പുതിയത് നമ്മൾ വാങ്ങിക്കാറുണ്ട് ഇല്ലേ? അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, സ്പെയർസുകൾ സംഭരിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, എന്തെങ്കിലും റിപ്പയേഴ്സ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാല് നമ്മുടേതായിട്ടുള്ള പൊടിക്കൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ താൽക്കാലികമായിട്ട് മാറ്റാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് മെയിൻ്റെനൻസ് ഹോസ്പിറ്റൽസിൽ വരുന്നത്. പ്രോപ്പർ ഇൻസ്റ്റലേഷൻ, upkeeping and repairs, periodic cleaning and checking on preventive maintenance, record keeping, procurement of spares.
ഇനി നെക്സ്റ്റ് ആണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്. എങ്ങനെ ഉപയോഗിക്കണം അല്ലെ, അതിന്റെ ഉപയോഗമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%. നോ അണ്ടർ ഓർ ഓവർ യൂട്ടിലൈസേഷൻ. നമ്മൾ എന്ത് ചെയ്യണം, എക്യുപ്മെന്റിനെ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണ്, ഒരു 80 to 90% വരെയാണ് അത് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഓവർ ആയിട്ടോ അല്ലെങ്കിൽ അണ്ടർ ആയിട്ടോ നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടില്ല. എന്താണ്, ഒട്ടും കുറയാത്ത രീതിയിലും അതുപോലെ തന്നെ ഓവർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒരു മിഡിൽ അല്ലെ, മിതമായിട്ടുള്ള ഒരു മീഡിയം നമ്മൾ രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് പോകണം എന്നാ പറയുന്നത്. ക്ലിയർ ആയോ? യൂട്ടിലൈസേഷൻ ചെയ്യേണ്ടത് 80 to 90% വരെയാണ് കേട്ടോ. ഇനി ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് ആസ് സ്ക്രാപ്പ് ഐറ്റം ഫോർ റീസെല്ലിംഗ് ഓർ ഗിവിംഗ് ഫ്രീ ടു സ്മോൾ ഹോസ്പിറ്റൽസ്. ഇനി നമ്മള് എന്താണ്, ഈ സ്ക്രാപ്പിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാത്ത, അതെ എന്താണ്, ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പിൽ കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ പഴയ ടിവിന്റെ പുതിയ ടിവി വാങ്ങിച്ചു കഴിഞ്ഞാല് പഴയ ടിവി പ്രവർത്തിക്കുന്നുണ്ട്, എന്നാലും എന്താണ്, എല്ലാവരും വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലേ, അതിങ്ങനെ അതിന്റെ ഇത് കുറഞ്ഞു തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇപ്പോ എന്താ പറയാ അല്ലെ, നമ്മൾ പറഞ്ഞില്ലേ, എന്ത് ചെയ്യുന്നുണ്ട്, ചാരിറ്റിക്ക് കൊടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആർക്കെങ്കിലും ഒക്കെ ഇല്ലാത്തവ പാവപ്പെട്ടവർക്കൊക്കെ കൊടുക്കുകയോ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഇപ്പോ ലാർജ് ഓർഗനൈസേഷൻ, ലാർജ് ഹോസ്പിറ്റൽസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒട്ടും പ്രവർത്തിക്കാത്ത മെഷീൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സ്ക്രാപ്പിൽ കൊടുക്കും. അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു രീതിയിലാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്ക് റിപ്പയർസ് വർക്ക് ഒക്കെ ചെയ്തിട്ട് അത് പ്രവർത്തിക്കും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ട് ആ പഴയത് ഉണ്ടാക്കില്ലേ, ആ പഴയത് എന്ത് ചെയ്യും, സ്മോൾ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കും. അവിടെ എന്താണ്, കുറച്ച് പ്രവർത്തനങ്ങൾ മാത്രം നടക്കുള്ളൂ. അതുപോലെ തന്നെ ചിലപ്പോ സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് അത് അങ്ങനത്തെ മെഷീൻസ് വാങ്ങിക്കാനായിട്ടുള്ള ചിലപ്പോ ക്യാഷ് ഒന്നും അവരുടെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് അത് പ്രവർത്തിക്കാനായിട്ടും അവിടെയുള്ള സ്റ്റാഫിനത് കണ്ട് പഠിച്ച് അത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ പഠിക്കാനായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ടും ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ സ്കെയിൽ ഓർഗനൈസേഷനിലോട്ട് അത് പ്രൊവൈഡ് ചെയ്യും. മനസ്സിലായോ? അത് ഒന്നല്ലെങ്കിൽ സ്ക്രാപ്പിൽ കൊടുക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്മോൾ ഹോസ്പിറ്റൽസിലേക്ക് അവരത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അയച്ചു നോക്കാം കേട്ടോ. മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽസ് തൊട്ട് ഡിസ്കാർഡിംഗ് ഓഫ് ദ എക്യുപ്മെന്റ് വരെ ഒന്ന് അയച്ചു നോക്കാം. ഓക്കെ, ഈ നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. പ്രൈം ഡിഫറൻസ് ബിറ്റ്വീൻ ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ഡിഫറൻസ് ആണ് ഓർഡിനറി സാധാരണ പർച്ചേസും അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെയും ഡിഫറൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. വായിച്ചു നോക്കാം കേട്ടോ. ആക്ച്വലി നിങ്ങൾ പറയാൻ ഞാൻ ഓരോരുത്തരെ കൊണ്ട് പറയാം.
കഴിഞ്ഞോ ഡിഫറൻസ് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഓക്കെ, പറഞ്ഞോളൂ കേട്ടോ. ഇവിടെ ഡിഫറൻറ്റ് പറയുന്നത് നമ്മൾ വിലപേശല് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് ഹൈ ആയിരിക്കും, ഓർഡിനറി പർച്ചേസിന് ലോ ആണ്. പിന്നെ ഇവിടെ ടൈമും അതേമാതിരി തന്നെ ക്യാപിറ്റൽ പർച്ചേസിന് ഹൈയും ഓർഡിനറി പർച്ചേസിന് ലോ ആണ്. പിന്നെ അതിന്റെ എക്സ്പെൻസ് വരുന്നത് ക്യാപിറ്റൽ പർച്ചേസിന് ഹൈ ആണ്. അതേമാതിരി അതിന്റെ ലഭ്യത വളരെ കുറവാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റിന്. ഓക്കെ ഓക്കെ, വേറെ ആരെങ്കിലും? ആരല്ലേ പറയാം? ഓക്കെ, ഓക്കെ, അവിടെ ഡിഫറൻസ് ഓക്കെ. നമ്മൾ പറയുന്നത് ഓർഡിനറി പർച്ചേസ് ആൻഡ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന്റെ ഡിഫറൻസ് ആണ്. എക്സ്റ്റെൻഡ് ഓഫ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചർച്ച അല്ലെ? എന്താണ് ചർച്ച എക്സ്റ്റെൻഡ് ചെയ്യുക, നീട്ടി വെക്കുക അല്ലെ? ചർച്ച എന്ന് പറഞ്ഞാൽ അത് നീട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത് അവിടെ. അപ്പോ ഏറ്റവും കൂടുതൽ ചർച്ച വേണ്ടി വരുന്നത് ഏത് എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോഴാണ്? ഓർഡിനറി പർച്ചേസിനാണോ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണോ ചർച്ച ഏറ്റവും കൂടുതൽ വേണ്ടി വരുന്നത്? എന്തിനാ വരാ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണ് അല്ലെ? കാരണം എന്താ? നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വളരെ വിലപിടിപ്പുള്ള ഒരു ഐറ്റം ആണ് വാങ്ങിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്? കുറെ പേരോടൊക്കെ സമ്മതമൊക്കെ ചോദിച്ചിട്ട് അവരുടെ ഡിസിഷൻ ഓക്കെ പറഞ്ഞാൽ മാത്രമാണ് നമ്മൾ എന്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ, നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ വളരെ വിലപിടിപ്പുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറെ നാള് അല്ലെങ്കിൽ എന്താണ് കുറെ ഡിസിഷൻ മേക്കിംഗ് ഡിസിഷൻസ് ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മള് അത് വാങ്ങിക്കുന്നത് അല്ലെ? നമ്മള് നോക്കും എന്താണ് ഇത് വാങ്ങിക്കുന്നത് കൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ, ഇത് വാങ്ങിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമോ, അങ്ങനെയുള്ള നമ്മള് കുറെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ നിങ്ങള്? ഉണ്ടോ? ഓക്കെ, നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ നെഗോഷിയേഷൻ ചർച്ച എന്ന് പറഞ്ഞാല് അല്ലെ, അത് ചർച്ച നീട്ടുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ വളരെ ഹൈ ആണ്. അതുപോലെ തന്നെ ഓർഡിനറി പർച്ചേസ് ആണെങ്കിൽ സാധാരണ ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ വെളിച്ചെണ്ണ തീർന്നു പോയി, അപ്പൊ എന്താണ് നമ്മൾ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് വീട്ടുകാരോടൊക്കെ ചർച്ച ചെയ്തിട്ടാണോ നമ്മൾ വാങ്ങിക്കുന്നത്? വെളിച്ചെണ്ണ തീർന്നു പോയി, ഇപ്പൊ എന്ത് ചെയ്യും അല്ലെ? അങ്ങനെ ചർച്ചകളൊക്കെ ചർച്ചകളൊക്കെ വെക്കാറുണ്ടോ നമ്മൾ? ഇല്ല, പെട്ടെന്ന് ഓടി പോയിട്ട് അടുത്ത കടയിൽ നിന്ന് പോയി വാങ്ങിച്ച് നമ്മള് കറിക്ക് വെളിച്ചെണ്ണ ഇടാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള സന്ദർഭങ്ങള്. ഓക്കെ, ഇനി എന്താ ലീഡ് ടൈം റിക്വയർമെന്റ്സ്? എന്താണ് ലീഡ് ടൈം എന്ന് പറഞ്ഞാല്? എന്താ ലീഡ് ടൈം? ഇമ്പോർട്ടന്റ് ആണോ ചോദിക്കാറുണ്ട്. ലീഡ് ടൈം എന്താണ്? നമ്മളൊരു സാധനം ഓർഡർ ചെയ്ത് അത് നമ്മുടെ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള എന്താണ് ടൈം ഗ്യാപ്പ് ആണ്. ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ എങ്ങനെയായിരിക്കാം? ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിനാണെങ്കിൽ വളരെ വിലപിടിപ്പുള്ള ഒരു എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ ആ ലീഡ് ടൈം എന്ന് പറയുന്നത് ഹൈ ആണ് അല്ലെ? നമ്മൾ ഓർഡർ ചെയ്തു അത് കിട്ടുന്നത് വരെയുള്ള ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ആയതുകൊണ്ട് തന്നെ ലീഡ് ടൈം വളരെ ഹൈ ആയിരിക്കും. ഓർഡിനറി ആണെങ്കിലോ ലോ ആയിരിക്കും. പിന്നെന്താ? സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ അല്ലെ? അതിന്റെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതിനാണ്? ഓർഡിനറിക്ക് ആണെങ്കിൽ ലോ ആയിരിക്കും. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വളരെ വിലപിടിപ്പുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതുകൊണ്ട് തന്നെ അതിന്റെ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഹൈ ആണ്.
അവൈലബിലിറ്റി ഓഫ് സോഴ്സ് വെരി ലോ ഇൻ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ്. അതെന്താ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം? എന്തായിരിക്കാം അതിന്റെ റീസൺ? എന്തായിരിക്കാം ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് അതിന്റെ വെരി ലോ ആണ് അതിന്റെ സോഴ്സ് എന്ന് പറയുന്നുള്ള കാരണം? എന്താ റീസൺ? കിട്ടാൻ പ്രയാസമാണ് അല്ലെ? അത് നമ്മള് എന്താണ് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ് അല്ലെ? നമുക്കറിയാം വളരെ വിലപിടിപ്പുള്ള ഒരു എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് പല കടകളിലൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. ചോദിച്ചിട്ട് അതിന്റെ ചിലപ്പോ അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്താ? കുറെ വിലകൾ ഉള്ളത് കൊണ്ട് അല്ലെങ്കിൽ വളരെ വിലപിടിപ്പുള്ള വസ്തുക്കളായത് കൊണ്ട് തന്നെ ആളുകൾ അത് അധികം കൊണ്ടുവന്ന് വെക്കില്ല. ഇല്ലേ? ആൾക്കാരും സാധാരണക്കാരൊക്കെ എങ്ങനെ വാങ്ങിക്കോ ക്യാപിറ്റൽ എക്യുപ്മെന്റ്? ഇല്ല. എന്താണ്? വളരെ വിലപിടിപ്പുണ്ട് അതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ വളരെ വില കൂടുതലായത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല അതിന്റെ വില എന്ന് പറയുന്നത്. അപ്പൊ അധികം അവര് കടകളിൽ കൊണ്ടുവന്ന് വെക്കില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്യും? നമ്മൾ അവിടെ പോയി ചോദിക്കും. അപ്പൊ എന്താണ്? കുറെ കടകളൊക്കെ കയറി ഇറങ്ങിയിട്ട് ചിലപ്പോ അത് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. ഒരു കടയിലൊക്കെ ചിലപ്പോ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അതാണ് അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സിന്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഓർഡിനറി പർച്ചേസ് ആണെങ്കിലോ എവിടെയായാലും കിട്ടും. വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. അതിന്റെ സോഴ്സ് അല്ലെങ്കിൽ അതിന്റെ ലഭ്യത എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. കിട്ടിയോ ഡിഫറൻസ്? നെക്സ്റ്റ് ആണ് 3 ways to obtain an item to an organization. ഓക്കെ, അപ്പൊ എന്താണ് പറയുന്നത്? ഒരു സ്ഥാപനത്തിലേക്ക് ഒരു ഐറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ 3 വഴികളിലൂടെയാണ് അത് വാങ്ങിക്കുന്നത്. അതെങ്ങനെയാണ്? പർച്ചേസ് ഫ്രം ന്യൂ എക്യുപ്മെന്റ്. നമ്മള് പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കുന്നു അല്ലെ? ഇതാണ് പർച്ചേസിങ് ഓഫ് യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ്. നമ്മൾ യൂസ് ചെയ്തതും അതുപോലെ തന്നെ പഴയതായിട്ടുള്ള എക്യുപ്മെന്റ് വാങ്ങിക്കാറുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ്? വഴി ലീസിങ്ങിന് നമ്മൾ എടുക്കാറുണ്ട്. ലീസിങ് എന്ന് പറഞ്ഞാൽ എന്താ? ലീസിങ് ഓക്കെ, നമ്മള് പാട്ടത്തിനൊക്കെ എടുക്കില്ലേ? അതാണ് നമുക്ക് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ഓക്കെ, വാടകയ്ക്ക്, പാട്ടം അല്ലെ? നമ്മള് കേൾക്കാറുണ്ട് അല്ലെ? കേട്ടിട്ടുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ. റെന്റിന് എടുക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഇനി എന്താ? അപ്പൊ നോക്കിയേ, അപ്പോ പുതിയൊരു എക്യുപ്മെന്റ് നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് വാങ്ങിക്കും, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത ഓൾഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ് വാങ്ങിക്കും. ഈ 2 ഓപ്ഷനിലും അത് നമുക്ക് പോസിബിൾ അല്ല എന്നുണ്ടെങ്കിലാണ് നമ്മൾ ലീസിങ്ങിന് എടുക്കുന്നത്. ഇത്തരം കാര്യങ്ങളാണ് വരുന്നത്. ഓർഗനൈസേഷനിലേക്ക് ഒരൈറ്റം നമ്മൾ വാങ്ങിക്കുമ്പോൾ 3 ways ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, പർച്ചേസിങ് എ ന്യൂ എക്യുപ്മെന്റ്. ഓക്കെ, ഫസ്റ്റ് നോക്കിയേ, ഫസ്റ്റ് വൺ, to collect the relevant data about the equipment or from the user department. ഇനി നമ്മളൊരു പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ഹോസ്പിറ്റലിലെ അത് ഉപയോഗിക്കുന്ന യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? ആ എക്യുപ്മെന്റ് എന്താണ്? ആ എക്യുപ്മെന്റിന്റെ ഡാറ്റ അല്ലെ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ട്, നിങ്ങൾക്ക് ഏതൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് യൂസർ ഡിപ്പാർട്ട്മെന്റിനോട് ചോദിച്ച് അവരുടെ കയ്യിൽ നിന്ന് റെലവെന്റ് ആയിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുന്നു. പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഉള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. ആ ഡിപ്പാർട്ട്മെന്റിന് എന്തെങ്കിലും ഐറ്റംസ് പുതിയതായിട്ട് വാങ്ങണം എന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് കളക്ട് ചെയ്തിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് അത് വാങ്ങിക്കുന്നു അല്ലെ? ഇനി എന്താ? ടു ഇൻവൈറ്റ് ദ കൊട്ടേഷൻസ് ഫ്രം ദ സപ്ലയേഴ്സ്. ഇനി നമ്മൾ റെലവന്റ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്തു, അതിനുശേഷം എന്താണ്? സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യണോ അല്ലെ? ഇല്ലേ? നമ്മൾ എന്ത് ചെയ്തു? കൊട്ടേഷൻസുകൾ, നമുക്ക് യോജിച്ച ആളുകളുടെ, നമുക്ക് യോജിച്ച സപ്ലയേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അതിന് എന്താണ്? നമ്മൾ ചോദിച്ച ക്വാളിറ്റിക്ക് തരോ, അതുപോലെ തന്നെ ലീഡ് ടൈം അല്ലെ, എത്ര ഡേറ്റിനുള്ളിൽ കിട്ടോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്ത് ഒരു സപ്ലയറെ സെലക്ട് ചെയ്ത് വെക്കണം. അസസ്മെന്റ് ഓഫ് ദി കൊട്ടേഷൻസ് ഓർ ബിഡ്.
ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അസസ് ചെയ്യുന്നുണ്ട് അല്ലെ. ബിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഡ് എന്താ? എന്താ ബിഡ്? ലേലം. ഓക്കെ, ലേലമാണ് കേട്ടോ. ബിഡ് എന്ന് പറഞ്ഞാൽ അറിയാത്തവരെ എഴുതി വെക്കാം. ബിഡ് എന്ന് പറഞ്ഞാല് ലേലം. ഓക്കെ, ലേലം വഴി നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാം കേട്ടോ. പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? യൂസർ ഡിപ്പാർട്ട്മെന്റിലെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തു, സപ്ലറെ സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നത് ലേലം വഴി നമുക്ക് ഈ പ്രോസസ്സ് ചെയ്യാവുന്നതാണ്. ഇനി അതിന്റെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ നോക്കുന്നത് നമ്മള്. ഫസ്റ്റ് വൺ ആണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മിഷൻ. എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് ദ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it consists of the services life of an asset which reduce the average cost per period of services. It includes time and cost diminution. Okay. അവിടെ എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് ഇതാണ്. ഒരു മിഷൻ നമ്മൾ വാങ്ങിക്കുമ്പോൾ അതിന്റെ സർവീസ് ലൈഫ് എത്രത്തോളം ഉണ്ട്, അതിന്റെ ചിലവ് കുറവായിരിക്കും, അതുപോലെ തന്നെ അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ടൈമും കോസ്റ്റും കുറവായിരിക്കും എന്നാണ് അവിടെ പറയുന്നത്. അതായത് എക്കണോമിക് ലൈഫ് ഓഫ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു മിഷൻ വാങ്ങി അത് എത്ര നാള് ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ റിപ്പയറോ കൂടാതെ എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് എന്ത്? എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്നോടെ എഴുതി വെക്കുക കേട്ടോ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെച്ചാൽ മതി. അപ്പൊ എന്താണ് എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാല് എത്ര നാള് നമുക്ക് റിപ്പയേഴ്സോ കംപ്ലൈൻസോ കൂടാതെ എത്ര നാള് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ്, സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു. ഓക്കെ, അതെന്താണ്? ഒരു 5 വർഷം നല്ല രീതിയിൽ വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ഒരു 5-6 വർഷം ഒരു കംപ്ലൈന്റും ഇല്ലാതെ അത് പ്രവർത്തിക്കാനായിട്ട് പറ്റും അല്ലെ? പ്രവർത്തിക്കും ഇല്ലേ? അല്ലേ? ഓക്കെ, അതാണ് എന്ത്? അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അത് എത്ര നാള് അത് നമുക്ക് ഒരു കംപ്ലൈന്റോ റിപ്പയറോ കൂടാതെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, കിട്ടിയോ? എക്കണോമിക് ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാല് അവിടെ എഴുതി വെക്കാട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എഴുതി വെക്കാം. ഇനി നെക്സ്റ്റ് ആണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ. The total period of productivity of the mission and the entire life of the mission. ഇനി ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാങ്ങുന്ന മിഷന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അതിന്റെ ആ മിഷന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ട് എന്നതാണ് ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു മിഷന്റെ ഉൽപാദനക്ഷമത എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ ആ മിഷൻ അതിന്റെ ഉപയോഗം എത്രത്തോളം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ. ഇനി പറയാം, മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു തരാം. നമ്മളൊരു മിഷൻ വാങ്ങിച്ചു. ഓക്കെ, അതിന് എന്താണ് ചിലപ്പോ കംപ്ലൈന്റ്സ് വരാം അല്ലെ? കുറെ നാള് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിന് കംപ്ലൈന്റ്സ് വരാം, അതുപോലെ തന്നെ റിപ്പയേഴ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരാം. ഇവയെല്ലാം ചെയ്തുകൊണ്ട് എത്ര നാള് മാക്സിമം അതിന് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്? മനസ്സിലായോ? ഒരു മിഷൻ വാങ്ങിച്ചു, അതിന് ഒരു 5 വർഷം എന്താണ് അതൊരു കേടും കൂടാതെ നമ്മൾ പ്രവർത്തിച്ചു. ഓക്കെ, അതാണ് അതിന്റെ എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാല്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ നമ്മളൊരു മിഷൻ വാങ്ങിച്ചു, ഒരു 5 വർഷം നിന്നു, പിന്നീട് അതിന് എന്തെങ്കിലും തകരാറുകളൊക്കെ വരും അല്ലെ? റിപ്പയേഴ്സ് വരാം, മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളൊക്കെ വരാം. അപ്പൊ മെയിൻ്റെനൻസും റിപ്പയേഴ്സും ഒക്കെ നമ്മൾ ചെയ്ത് പിന്നെയും അത് എത്ര നാള് നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്? ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എന്ന് പറഞ്ഞാല്. ഓക്കെ, ഇപ്പൊ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഫിസിക്കൽ ലൈഫും അതുപോലെ തന്നെ എക്കണോമിക് ലൈഫും കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു വലിയ വിലപിടിപ്പുള്ള ഒരു എക്യുപ്മെന്റ് വാങ്ങിച്ചു, ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിച്ചു. അതൊരു 5 വർഷം നിന്നു. 5 വർഷം നിന്നു, എന്നിട്ട് അതിന് ഒരു റിപ്പയേഴ്സും കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ റിപ്പയേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു 3 വർഷം കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ടോട്ടൽ ഫിസിക്കൽ ലൈഫ് ഓഫ് ദി മിഷൻ എത്രയാണ് വരാം? എത്രയാ വരാം?
8 മനസ്സിലായോ? 8 ഇയർ ആണ്. അതിന് മനസ്സിലായോ? അപ്പൊ എക്കണോമിക് ലൈഫും ഫിസിക്കൽ ലൈഫിന്റെയും ആ കണക്ട് ചെയ്തിട്ടുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. കിട്ടിയില്ലേ? കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. എക്കണോമിക് ലൈഫ് എന്ന് പറഞ്ഞാല് അത് എത്ര നാൾ ഒരു റിപ്പയേഴ്സ് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റി. ഫിസിക്കൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈ മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ കൂടാതെ എത്ര നാള് അല്ലെ ഉപയോഗിക്കാൻ പറ്റി. പ്ലസ് ഇനിയിപ്പോ ഒരു 5 വർഷം നമ്മൾ ഉപയോഗിച്ചു. അതേ പ്ലസ് ഇനിയിപ്പോ നമ്മൾ എന്താണ് റിപ്പയേഴ്സും കാര്യങ്ങളൊക്കെ വന്നു, നമ്മൾ റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് നമുക്ക് എത്ര നാൾ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ 8 ആണ് അതിന്റെ ആൻസർ വരാം കേട്ടോ. ഇനി ടാക്സ് ലൈഫ്. ടാക്സ് ലൈഫ് എന്താ? The number of the years over which the capital cost can be received back. എന്താണ് ടാക്സ് ലൈഫ് എന്ന് പറഞ്ഞാല് നമ്മൾ ചിലവാക്കിയിട്ടുള്ള തുക എത്ര വർഷം കൊണ്ട് നമുക്ക് എന്താണ് മടക്കി നമുക്ക് തിരിച്ച് ലഭിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയാം, ഒരു എക്സ്റേ മെഷീൻ വാങ്ങിച്ചു. അതിനൊരു 50,000 രൂപയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ആ എക്സ്റേ മെഷീന്റെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് വരുന്നത് എന്താണ്? 50,000 ആണ്. ഈ 50,000 രൂപ ഈ എക്സ്റേ മെഷീൻ എത്ര നാള് യൂസ് ചെയ്തിട്ടാണ് നമുക്കത് തിരിച്ചു കിട്ടുന്നത്? അതാണ് അതിന്റെ ടാക്സ് ലൈഫ് എന്ന് പറയുന്നത്. മനസ്സിലായോ? 50,000 രൂപയാണ് എക്സ്റേ മെഷീന്. ആ 50,000 രൂപ അത് ഉപയോഗിച്ച് നമ്മൾ എത്ര നാളത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് മടക്കി തിരിച്ചു കിട്ടുന്നത് ആ 50,000 രൂപ എന്ന് പറയുന്നത്. അത് പ്രവർത്തിച്ച് അതിനെ ആ എക്സ്റേ മെഷീൻ പ്രവർത്തിച്ചിട്ട് 50,000 രൂപ നമുക്ക് എത്ര നാള് കൊണ്ട് മടക്കി കിട്ടുന്നുണ്ട്, തിരിച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. അതാണ് അതിന്റെ ടാക്സ് ലൈഫ് കേട്ടോ. നെക്സ്റ്റ് പറയട്ടെ, കിട്ടിയോ ടാക്സ് ലൈഫ് വരെ? നെക്സ്റ്റ് പറയട്ടെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇനി എന്താണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്? നമ്മൾക്ക് എന്താണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണുന്നത് അല്ലെ. ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്? സാമ്പത്തികപരമായിട്ടുള്ള പ്രവചനങ്ങൾ നടത്തുക എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോ നമ്മളൊരു പുതിയൊരു ഫ്രിഡ്ജ് വാങ്ങുന്നു. അപ്പൊ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിക്കുമ്പോൾ നമ്മുടെ കടയിൽ പോയിട്ട് നോക്കും അല്ലെ, ഏത് ടൈപ്പ് ഓഫ് ഫ്രിഡ്ജ് വാങ്ങിക്കണം, ഡബിൾ ഡോർ ഉള്ളത് വേണോ, അല്ലെങ്കിൽ ഇന്ന ടൈപ്പ് അല്ലെ, പുതിയ പുതിയ മോഡൽസുകളൊക്കെ ഇറക്കാറുണ്ട് അല്ലെ, ബ്രാൻഡഡ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റാർ ഒക്കെ നമ്മൾ നോക്കാറുണ്ട് ഇല്ലേ? സ്റ്റാർ നോക്കാറില്ലേ നിങ്ങള്? സ്റ്റാർ നോക്കും. അതുപോലെ തന്നെ എന്താണ് കറണ്ട് കുറവ് അല്ലെ, ഇലക്ട്രിസിറ്റി നമ്മൾ എത്രയാണ് വരുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗ്യാരണ്ടി വാറണ്ടി അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടാണ് പുതിയൊരു ഐറ്റം നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവരുന്നത് അല്ലെ. അതുപോലെ അതിന്റെ സ്പെയർസ് ഒക്കെ ഇവിടെ കിട്ടോ ഇല്ലയോ? ഇപ്പൊ ചിലപ്പോ ഗൾഫിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഐറ്റത്തിനൊക്കെ സ്പെയർ പാർട്സുകളൊന്നും നമുക്ക് ഇവിടെ നിന്ന് കിട്ടില്ല ഇല്ലേ? ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. കിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. ഓക്കെ, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ട്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ് എക്കണോമിക് ഫോർകാസ്റ്റിംഗ്, ഒബ്റ്റൈനബിലിറ്റി ഓഫ് സ്പെയർസ് ആൻഡ് ഇലക്ട്രിസിറ്റി. ഇല്ലേ? നെക്സ്റ്റ് ആണ് പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? നിലവില് ഇമിഷൻ വാങ്ങുന്നത് കൊണ്ടുള്ള ആവശ്യകത എന്താണ്? നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ മുമ്പത്തെ പോയിന്റിലൊക്കെ, മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമിഷൻ കൊണ്ട് എന്തെങ്കിലും എന്താണ് വല്ല ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ ഇമിഷൻ വാങ്ങിക്കണോ, ഇമിഷൻ ഇല്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റോ, അല്ലെങ്കിൽ ഇമിഷന്റെ ആവശ്യകത എന്താണ് അല്ലെ, ഇതില്ലെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ നടക്കോ എന്നുള്ളതാണ് എന്ത് പൊട്ടൻഷ്യാലിറ്റി ഇൻ ദ എക്സിസ്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നിലവില് ഇമിഷൻ വാങ്ങുന്നതിന്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. ഇനി എന്താ എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, അതായത് എന്താണ് നമ്മൾ സർവേ നമ്മൾ നടത്തണോ അല്ലെ, അന്വേഷണം നടത്തണോ അല്ലെ. എന്താണ് ഒരു സപ്ലയറെ വിശ്വസിക്കാൻ പറ്റോ, നമ്മൾ വാങ്ങിക്കുന്ന സപ്ലയർ ഏതാണ്, ആ സപ്ലയറിനെ വിശ്വസിക്കാൻ പറ്റോ, അവര് കൃത്യമായിട്ട് മെറ്റീരിയൽസ് നമുക്ക് തരുമോ, അതുപോലെ തന്നെ കൊടുക്കുന്ന വിലയ്ക്കുള്ള ഒരു പ്രൊഡക്റ്റ് ആണോ നമുക്ക് തരുന്നത് അല്ലെ.
ഒരു പ്രൊഡക്റ്റ് ആണോ നമുക്ക് തരാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നതാണ് ഇത് എന്തിൽ വരുന്നത്, എക്കണോമിക് സർവേ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അന്വേഷണം നടത്തുന്നു. സർവേ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്വേഷണമാണ് അല്ലെ. ഒരു സപ്ലയറെ നമുക്ക് യോജിച്ച സപ്ലയറെ കണ്ടെത്തണം. ആ സപ്ലയറെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ, ട്രസ്റ്റ് വർത്തി ആണോ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന എന്താണ് പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് കൃത്യമായിട്ട് അയാൾ നമ്മൾക്ക് എന്താണ് പ്രൊഡക്റ്റുകൾ തരുമോ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പണത്തിന് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്റ്റുകൾ തരുമോ എന്നുള്ളത് നമ്മൾ സർവേ നടത്തുന്നു. അതാണ് എക്കണോമിക് സർവേ ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ്. ലാസ്റ്റ് വൺ എന്താണ്, കോസ്റ്റ് കൺസിഡറേഷൻസ് ആൻഡ് ഇനീഷ്യൽ കോസ്റ്റ് or purchase cost, installation cost, breakdown cost. ഓക്കെ, പർച്ചേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മൾ വാങ്ങിക്കുന്നത് അല്ലെ, വാങ്ങിക്കുന്ന കോസ്റ്റ് ആണ് പർച്ചേസ് കോസ്റ്റ്. ഇൻസ്റ്റാളേഷൻ അറിയാലോ, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത്. ഈ ബ്രേക്ക് ഡൗൺ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, റിപ്പയർസ് കാര്യങ്ങളും. അങ്ങനെയുള്ള കോസ്റ്റുകള് 3 കാര്യങ്ങളും അല്ലെ നമ്മൾ പറഞ്ഞു. പർച്ചേസ് കോസ്റ്റ് ഉണ്ട്, ഇൻസ്റ്റലേഷൻ കോസ്റ്റ് ഉണ്ട്, ബ്രേക്ക് ഡൗൺ കോസ്റ്റ് ഉണ്ട്. ഈ 3 കാര്യങ്ങളും കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട്. ക്ലിയർ ആയോ? വാങ്ങിച്ചു നോക്കിയേ, കൃത്യമായിട്ട് വായിച്ചു നോക്കാം കേട്ടോ.
ഓക്കെ, വായിച്ചോ? നെക്സ്റ്റ് ആണ് ഇത് പർച്ചേസിംഗ് ഓഫ് ആൻ ഓൾഡ് എക്യുപ്മെന്റ് ഡൺ owing to shortage of money or to use the equipment as an experiment. ഓക്കെ, നമ്മള് എന്താണ് പർച്ചേസ് ഓൾഡ് എക്യുപ്മെന്റ് ആരിൽ നിന്നൊക്കെയാണ് വാങ്ങിക്കുന്നത് എന്നതാണ് ABC പോയിന്റിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു പഴയ വണ്ടി വാങ്ങുന്നതിന്റെ കാരണങ്ങൾ അല്ലെങ്കിൽ പഴയ ഒരു സാധനം വാങ്ങിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം പറയാൻ പറ്റും? നമ്മളൊരു ഓൾഡ് എക്യുപ്മെന്റ്, ഒരു വണ്ടിയോ അങ്ങനെ എന്തെങ്കിലും നമ്മൾക്ക് നമ്മുടെ വീട്ടിലേക്ക് വാങ്ങിക്കും അല്ലെ, പഴയതായിട്ട് അല്ലേ, ഓൾഡ് ആയിട്ട് സെക്കൻഡ് ഹാൻഡ് ഒക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ വാങ്ങിക്കുന്നതിന്റെ കാരണങ്ങൾ എന്ന് പറയാൻ പറ്റുമോ? എന്തൊക്കെയായിരിക്കാം? കോസ്റ്റ് കുറവ് അല്ലെ, വില കുറവിന് നമുക്ക് കിട്ടും. പിന്നെ എന്താണ്? മെയിൻ ആയിട്ട് പറയുന്നത് വില കുറവാണ് അല്ലെ. ഇപ്പൊ ഒരു ഓൾഡ് കാറ് വാങ്ങിച്ചു, അതിന്റെ റീസൺ എന്താവാം? വില കുറവിന് നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? പുതിയൊരു ഡ്രൈവിംഗ് അല്ലെ, നമ്മളൊരു ലൈസൻസ് പുതിയതായിട്ട് എടുത്തു കഴിയുമ്പോൾ നമ്മൾ എന്താ പുതിയതായിട്ടുള്ള കാറ് വാങ്ങിച്ചിട്ടാണോ നമ്മൾ ആദ്യം ഓടിച്ച് പഠിക്കുന്നത്? ഇല്ല. കാരണം എന്തുകൊണ്ടാ? പുതിയത് വാങ്ങിച്ചു കഴിഞ്ഞാല് വെല്ലോട്ട് തിരിച്ചു കഴിഞ്ഞാൽ പണി പാളോ അല്ലെ, ഇല്ലേ? ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഒരു പഴയ കാറ് അല്ലെ, പഴയ കാർ എടുത്തിട്ട് അതന്നെ പഴയ കാർ എടുത്ത് നമ്മളൊന്ന് ഓടിച്ച് റോട്ടിലൂടെ ഒക്കെ ഓടിച്ചൊന്ന് ശീലിച്ച് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടാണ് നമ്മൾ പുതിയത് എടുക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് മെയിൻ റീസൺസ് ആയിട്ട് പറയുന്നത്. എന്താണ്? ഷോർട്ടേജ് ഓഫ് മണി അല്ലെ. അതുപോലെ തന്നെ നമ്മൾ ഒരു എക്സ്പീരിമെന്റിന് വേണ്ടിയിട്ട്, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി 4 മെയിൻ സോഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. മെയിൻ സോഴ്സസ് ഫോർ പർച്ചേസിംഗ് ആൻഡ് ഓൾഡ് എക്യുപ്മെന്റ്. ഫസ്റ്റ് വൺ എന്താണ്? ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണർ. നമ്മള് ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ യൂസ്ഡ് ഓർ ദ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. ഓപ്ഷണേഴ്സ്. എന്താണ് ഓപ്ഷണേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ഓപ്ഷണർ ലേലക്കാർ കേട്ടോ, ലേലക്കാരുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇത്ര 4 കാര്യങ്ങളാണ് പറയുന്നത്. ഓൾഡ് എക്യുപ്മെന്റ് എങ്ങനെയൊക്കെ വാങ്ങിക്കാം? ഡയറക്ട്ലി ഫ്രം ദ ഓണർ. അതുപോലെ തന്നെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട് അല്ലെ. യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രോക്കേഴ്സ്, ഓപ്ഷണേഴ്സിന്റെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇനി ഡയറക്ട്ലി ബൈ ഫ്രം ദ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാനായിട്ടുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വാങ്ങിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ഈസ് ദാറ്റ് we can see the working of the particular equipment and also about the details of the past usage of the concerned equipment. ഈ നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി ആയിട്ട് നമ്മൾ ഒരു കാർ ആയിക്കോട്ടെ, കാറ് നമ്മൾക്ക് എടുക്കാം ഫോർ എക്സാമ്പിൾ. ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? പറഞ്ഞോക്കെ, ഓർത്ത് നോക്കിയേ. ഒരു കാറ് നമ്മള് എന്താണ് ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? കോസ്റ്റ് കുറയും. പിന്നെ എന്തൊക്കെയായിരിക്കാം? നമുക്ക് ആ കാർ എന്ത് ചെയ്യാം? ഓടിച്ചു നോക്കാൻ പറ്റുമോ? അതെ അല്ലെ, നമുക്ക് ഓടിച്ചു നോക്കാൻ പറ്റും ഇല്ലേ? പിന്നെ എന്തൊക്കെ അറിയാൻ പറ്റും നമുക്ക്? അതായത് കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും ഇല്ലേ? പിന്നെ എന്തൊക്കെയാ? അതുപോലെ തന്നെ എത്ര കിലോമീറ്റേഴ്സ് അത് ഓടിയിട്ടുണ്ട്,
ഇനി അതിനെന്തെങ്കിലും പോലീസ് കേസോ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇല്ലേ, കാറുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ അതിന്റെ പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കുമ്പോൾ എന്തെങ്കിലും കേസുകൾ ഉണ്ടോ, എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, എന്തെങ്കിലും റിപ്പയർസുകൾ ഉണ്ടോ, മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ അല്ലെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് കിട്ടും, ഇതിൽ നിന്ന് കിട്ടും ഡയറക്ട്ലി ആക്സിഡന്റ് കാറാണോ അല്ലെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള നമുക്ക് എല്ലാ ഡീറ്റെയിൽസുകളും ഡയറക്ട്ലി ഓണറുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കാം, യൂസ്ഡ് ഓർ ഓൾഡ് എക്യുപ്മെന്റ് ഡീലേഴ്സ്. ഇനി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോ വാറന്റി ഫോർ ഷോർട്ട് പീരീഡ് അല്ലെ, ഷോർട്ട് പീരീഡിലേക്കായിരിക്കും വാറന്റി ഉണ്ടാവുക. 2 types of equipment received from them, rebuild or reconditioned equipment എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പഴയതായിട്ടുള്ള കാറായിരിക്കും. അതെന്ത് ചെയ്യും അവര്, അതിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തി അതുപോലെ തന്നെ അതിന്റെ റീകണ്ടീഷൻ ചെയ്യുമല്ലോ, അവര് റീബിൽഡ് ചെയ്യും, ഡിസൈനില് പെയിന്റിൽ മാറ്റം വരുത്തും. അതുപോലെ തന്നെ അതിന്റെ ഓരോ ചിലപ്പോൾ പാർട്സുകളൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിലുള്ള പാർട്സുകളൊക്കെ വെച്ച് അല്ലെ, അങ്ങനെയുള്ള നല്ല രീതിയിലുള്ള മോഡലുകളൊക്കെ ആക്കിയിട്ട് നമുക്ക് തരാറുണ്ട്. അതാണ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അതിന്റെ വാറന്റി എന്ന് പറയുന്നത് ഷോർട്ട് പീരീഡിലേക്കായിരിക്കും. അതുപോലെ ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റും, ഓപ്ഷണേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ വാങ്ങിക്കുമ്പോഴുള്ള കാര്യം അടിയിൽ കൊടുത്തിട്ടുണ്ട്, ബോത്ത് ആർ റിസ്കി സോഴ്സ് ആൻഡ് there will be no warranty അല്ലെ. ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ റിസ്ക് ആണ്, വളരെ റിസ്ക് ആണ്. അതുപോലെ തന്നെ നോ വാറന്റി ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, വാറന്റി ഇല്ല എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു ഓൾഡ് എക്യുപ്മെന്റ് എങ്ങനെയൊക്കെ പർച്ചേസ് ചെയ്യാം, 4 രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക്. ഡയറക്ട്ലി ബൈയിങ് ഫ്രം ദ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. അതുപോലെ തന്നെ ഓൾഡ് ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ബ്രോക്കേഴ്സ്, ഓപ്ഷണേഴ്സ്. ഡയറക്ട്ലി ബൈ ദ ഓണറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ വർക്കിംഗ് കണ്ടീഷൻ എങ്ങനെയാണ്, അത് എത്ര നമുക്ക് കാറാണെങ്കിൽ കാർ എടുക്കുമ്പോൾ അത് എങ്ങനെയാണ്, അത് ഓടിച്ചു നോക്കാനായിട്ട് നമുക്ക് തരുമല്ലേ. അപ്പൊ ഓടിച്ചു നോക്കുമ്പോൾ എത്ര കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്, എന്തെങ്കിലും മെയിൻ്റെനൻസ് വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആക്സിഡന്റ് കാറാണോ അല്ലെ, എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അല്ലെങ്കിൽ പോലീസ് കേസ് ഉണ്ടോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ ഡീലേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവര് റീബിൽഡ് ചെയ്തിട്ടാണ് തരുന്നത്. അതുകൊണ്ട് തന്നെ ഓൾഡ് എക്യുപ്മെന്റ് ആയിരിക്കും അല്ലെ, ഓൾഡ് ആയിരിക്കും, അത് റീബിൽഡ് ചെയ്ത് അതിന്റെ ഡിസൈനില് പെയിന്റിങ്ങിലും മാറ്റം വരുത്തി ഓരോ സ്പേ പാർട്സുകളൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച് അങ്ങനെയുള്ള പുതിയൊരു കണ്ടീഷനിലാക്കി അവർ തരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ബ്രോക്കേഴ്സിന്റെയും ഓപ്ഷണേഴ്സിന്റെയും കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ വളരെ റിസ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് വാറന്റി. ഓക്കെ, അയച്ചു നോക്കിയേ. ക്ലിയർ ആണോ? ഇത്രയും വരെ നമുക്ക് ഇത്രയും വെച്ച് നിർത്താം കേട്ടോ. ബാക്കി ഡിസ്അഡ്വാൻറ്റേജസ് ഇൻ ബൈയിങ് ഓൺ ഓൾഡ് എക്യുപ്മെന്റിന്റെ ആ ഡിസ്അഡ്വാൻറ്റേജസ് ഒന്ന് വായിച്ചിട്ട് വരാം കേട്ടോ. 3 ഉള്ളൂ, ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.